പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിവിൻപോളിക്കെതിരെ ആ ഒരു പെൺകുട്ടി പരാതി കൊടുത്തതെന്ന് പറയപ്പെടുന്ന, അതിനുശേഷമെങ്കിൽ രണ്ടാമത്തെ പരാതികൾ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പരാതിയാണ് ഇത്. ചളിയൻ ട്രോൾസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ സംഗതിയാണ്. നിവിൻപോളിക്കെതിരെ ആഗസ്റ്റ് 6-ന് യുവതി കൊടുത്ത പരാതി. ഈ പരാതിയിൽ പീഡന ആരോപണമില്ല എന്നുള്ളതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു പരാതി എന്താണെന്ന് നോക്കേണ്ടതാണ്. സംഗതിയുടെ പേരും സംഗതികളൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഒരു ഓമയ്ക്കൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു കേസ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. സർ, ഞാൻ പ്രൊഡ്യൂസർ AK സുനിൽ, ഫിലിം ആക്ടർ നിവിൻ പോളി തുടങ്ങിയ വ്യക്തികളുടെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളതാണ്. ഈ കേസ് കൊടുത്തതിന്റെ പ്രതികാരം ആയിട്ട് നിവിൻ പോളി എന്നെ മുൻപ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ്. പിയർ വർക്ക് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ എന്നെയും തന്റെ കുടുംബത്തെയും അപമാനിക്കുകയാണ്. ഹണി ട്രാപ്പിൽ ശ്രമിച്ച കഞ്ചാവ് ദമ്പതികൾ പോലീസ് പിടിയിൽ എന്ന ന്യൂസ് ഫേക്കായി ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. ഇത്തരത്തിൽ ചെയ്യുമെന്ന് ആക്ടർ നിവിൻ പോളിയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഭീഷണി എന്നെയും എൻ്റെ കുടുംബത്തെയും കൊന്നുകളയും എന്നതായിരുന്നു. നിവിൻ പോളി എന്ന വ്യക്തിയുടെ ഭീഷണിയിൽ നിന്നും തങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എത്രത്തോളം സത്യമായിട്ടുള്ള സംഗതിയാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. നമുക്കെല്ലാം, ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ഇൻട്രൊഡക്ഷൻ കൊടുക്കായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ആ ഒരു കേസുകൾ, ഹേമ കമ്പനിയുമായി ബന്ധപ്പെട്ട പരാതികളുടെ മേലെയുള്ള പല ആൾക്കാരും കൊടുക്കുന്ന ഈ പരാതികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഏറ്റവും യുവതലമുറ എന്ന് പറയുന്ന ആളുകളിലേക്ക് കൂടി അത് എത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം ഏറ്റവും യുവതലമുറ അത്ര അങ്ങോട്ട് ചൊറിയുള്ള, അത്രയ്ക്ക് അങ്ങോട്ട് ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. എന്തൊക്കെയായാലും ഇപ്പോൾ ആ തോന്നലുകളൊക്കെ മെല്ലെ എടുത്തങ്ങ് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ സംശയം തോന്നുന്നുണ്ട്. നിവിൻ പോളി എന്ന് പറയുന്ന ഏറ്റവും യുവതലമുറയിലെ ഏറ്റവും നന്നായിട്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡയലോഗ് ഇതിനെ കണ്ടെടുക്കാം. അങ്ങനെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഈ ഒരു മനുഷ്യനെതിരെയും ഒരു പരാതി ഉയർത്തിയിരിക്കുന്നു. പരാതി ആദ്യമായിട്ട് വന്നത് 2023 നവംബറിലാണ് പറയപ്പെടുന്നത്. അതും ഗൾഫിൽ വെച്ചിട്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കേസ് ഗൾഫിൽ കൊടുക്കാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാനങ്ങ് ചോദിക്കാൻ കാരണം, ഒരുപക്ഷെ അന്ന് കൊടുക്കാൻ പറ്റിയില്ലായിരിക്കാം, പല കാരണങ്ങളുണ്ടായിരിക്കാം. അന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം, പിന്നീട് കൊടുക്കാൻ തീരുമാനിച്ചായിരിക്കാം, വളർത്തി. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കേസ് അവിടെയായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ, ഗൾഫിലായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ നിയമ നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണല്ലോ എന്നൊക്കെ തോന്നിപ്പോയതിന്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. എന്തൊക്കെയായാലും ആ കേസ് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഗൾഫിൽ നടന്ന ഒരു കേസ് ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവിടെ അതെങ്ങനെ കേസെടുക്കാൻ സാധിക്കും? പ്രഥമ ദൃഷ്ടിയായി എങ്ങനെയാണ് അന്വേഷണം നടത്താൻ സാധിക്കുക എന്ന് പറയുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അവരെന്തെങ്കിലും ഡിജിറ്റൽ തെളിവുകളോ അല്ലെങ്കിൽ CCTV ഫുട്ടേജും മറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളൊക്കെ ഒരു പക്ഷേ ഈ ഒരു യുവതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് വിചാരിക്കാം. പക്ഷേ ഇപ്പോൾ നിവിൻ പോളി ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ത് നമുക്ക് കേൾക്കാം. അതിനുശേഷം യുവതിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഡയലോഗുകളുണ്ട്. ഈ രണ്ടും കൂടി കേട്ട് കഴിഞ്ഞ് നമുക്ക് ഏകദേശം വേണമെങ്കിൽ ഒരു തീരുമാനത്തിലേക്കൊക്കെ നമുക്കെത്താൻ സാധിക്കും. ഇതിപ്പോ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം, പ്രാഥമികമായിട്ടുള്ള കേസാണ്. നിവിൻ പോളി തന്നെ പറയുന്നത്, ഈ ഒരു ആദ്യം കേസ് വന്നു, അത് ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഇത് അത്ര വലിയൊരു കേസല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചുമ്മാ ഒരു ഡിഫമേഷൻ കേസുമാണ്, ഒരുപക്ഷെ അങ്ങനെ എടുക്കാവുന്ന സംഗതിയാണ്, നിങ്ങൾക്കെതിരെ ചുമ്മാ ഒരു പരാതി മാത്രമെന്ന രീതിയിലൊക്കെയാണ് നിവിൻ പോളി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. കേട്ടു നോക്കാം. പെൺകുട്ടിയെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഓപ്പണായിട്ട് ഇപ്പൊ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണ്. ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഇതേപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണ്. ആർക്കെതിരാണെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഒരല്പം ചില യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. സിനിമ എല്ലാവരും വേണ്ടതാണെന്നൊക്കെ അതൊക്കെ പോട്ട്, ഇതിനേക്കാൾ അപ്പുറമായിട്ട് ആർക്കെതിരെയും ഏത് നിമിഷം വേണമെങ്കിലും ഇത്തരത്തിൽ അലിഗേഷൻസ് വരാന്നുള്ളതാണ്.
അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് തീരുമാനമാക്കേണ്ട, അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ഒരു ബാധ്യത ആരാണോ അലിഗേഷൻ ചെയ്തത് അവർക്കല്ല, അലിഗേറ്റഡ് ആയപ്പെട്ട അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട ആ ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം വരുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ മാനാഭിമാനത്തിനൊക്കെ വലിയ പ്രശ്നം വരുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അതെന്തായാലും പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് പിന്നെ കോടതിയിലേക്ക് എത്തി അതോടെ വാദിച്ചു കഴിഞ്ഞ് എന്നൊരു സമയങ്ങൾ ഏറെ പിടിക്കും. തെളിവുകളൊക്കെ പരിപൂർണ്ണ സബ്മിറ്റ് ചെയ്ത് ഒരു പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, എവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ ഐസ് കട്ടയ്ക്ക് പെയിന്റ് അടിക്കാന്നൊക്കെ പറയും. അതുമായിട്ട് വല്ല വല്ല പരിപാടിയായിട്ട് ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ. ഇല്ലാതിരിക്കണം. അതിന് ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. അതൊരു ഭയങ്കരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിലുള്ള സംഗതി വാക്കുകളാണ്. കാരണം ഇതിന് ആരും ഉണ്ടായിരുന്നില്ല. സിനിമയ്ക്ക് വരുന്ന സമയത്തും നീമ്പോളി എന്ന് പറയുന്ന മനുഷ്യന് ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ആരുമില്ലെങ്കിലും അദ്ദേഹം പറയുന്നത് എന്നപ്പോൾ ആരും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോരാടും, ഞാനിത് തെളിയിക്കും, എൻ്റെ ഭാഗത്തും ശരിയുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ നീമ്പോളി പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി ഇപ്പോൾ കേൾക്കുന്നത് പത്രമാധ്യമം നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആദ്യമായിട്ട് കൊടുത്ത പരാതിയിൽ പീഡന ആരോപണം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ പുതുതായിട്ട് കൊടുത്ത ഈ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഒരു സ്പെഷ്യൽ ടീമൊക്കെ രൂപീകരിച്ചതിന്റെ ഭാഗമായിട്ട് ആർക്കും പരാതിപ്പെടാന്ന് പറയുന്ന ഒരു അവസരം വന്ന സമയത്ത് പുതുതായിട്ട് കൊടുക്കുന്ന പരാതിയിൽ പീഡന ആരോപണമുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു വസ്തുത. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് പത്രമാധ്യമങ്ങളിലെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടും ആ ഒരു യുവതി ഉത്തരം പറയുന്നുണ്ട്. ആ ഉത്തരങ്ങൾ ഇങ്ങനെയാണ്. ആ പുള്ളി മുഖാന്തരമാണ് നിവിൻ പോളിയും ബാക്കിയുള്ള 4 പേരെ പരിചയപ്പെട്ടത്. മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്ത് ദുബി വെച്ചാണ്. നവംബർ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത്, 2023. ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവരുടെ സുഹൃത്തായ ഒരു ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുഖാന്തരം എനിക്ക് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഏജൻസികൾ ഒരു വിസ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ 3 ലക്ഷം രൂപ വാങ്ങുകയും അതിന്റെ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഈ പ്രൊഡ്യൂസറെ AK സുനിലിനെ പരിചയപ്പെടുത്തി ഫിലിമിൽ ഒരു ചാൻസ് ഒപ്പിച്ചു തരാമെന്നും പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്തി തരികയായിരുന്നു ചെയ്തത്. ഞാൻ ഈ AK സുനിലുമായിട്ടൊരു വാക്കുതർക്കം ഉണ്ടായ സമയത്ത് ഈ നിവിൻ പോളിയും ഈ ബാക്കിയുള്ളവരും ഈ AK സുനിലിന്റെ ഗുണ്ടകളായിട്ടാണ് അവിടെ വന്നത് എന്നെ പരിചയപ്പെടുത്തിയത്. എനിക്ക് എന്നെ ഒരു റൂമിൽ ലോക്ക് ചെയ്ത് ഭക്ഷണവും വെള്ളവും ഒന്നും തരാതെ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രം തന്ന് സെയിം ഇപ്പൊ കൊടുത്തത് അതേപോലെ തന്നെ സെയിം പരാതിയാണ് ഞാൻ അത് കുറച്ച് ചുരുക്കിയാണ് കൊടുത്തത്. ഞാനത് ഹർഷിത മേഡത്തിനാണ് കൊടുത്തത്, മെയിൽ ചെയ്യുമായിരുന്നു. എന്നിട്ട് അത് അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിലോട്ട് കൊടുത്തു. കാരണം ഇവര് പറഞ്ഞത് ഇവർക്ക് മന്ത്രിമാര് പിടിപാടുണ്ട്, ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് അവിടെ ഇരിക്കുന്ന പോലീസുകാരെ അവരുടെ ആൾക്കാരെ ഇരുത്തി അവരെ ഊരി പോത്തതേ ഉള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹർഷിത മേഡത്തിന് മെയിൽ ചെയ്ത് കൊടുത്തിട്ട് ലോക്കൽ സ്റ്റേഷനിലോട്ട് വന്നു. പക്ഷെ അവര് പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്ക് സ്റ്റേഷനിൽ യാതൊരുവിധ ഹെൽപ്പും ഉണ്ടായില്ല. ഈ ഒരു യുവതിയുടെ വർത്തമാനത്തിലൂടെ മാത്രം പോകുന്ന സമയത്ത് തുടക്കത്തില് എന്നാണ് കേസ് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് യുവതി പറയുന്നത് നവംബർ ഡിസംബർ മാസത്തിലായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് അതാണ്ട് വ്യക്തമാവുന്നില്ല. എന്തായാലും പീഡനം നടന്നത് 1, 2, 3, 4 ദിവസങ്ങൾ അടുപ്പിച്ചിട്ടല്ല, ഒരു ദിവസമാണെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നവംബർ മാസത്തിലാണോ ഡിസംബർ മാസത്തിലാണോ എന്തോ എഴുതി വെച്ചത് വായിക്കുകയാണോ അറിയില്ല. എന്തായാലും എന്തായാലും പീഡനം നടക്കുന്നു. പിന്നീട് പറയുന്നത് ഒരു ഭീകരമായിട്ടുള്ള ആരോ AK സുനിലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ആ ഒരു ഇടപാട് തീർക്കാൻ വേണ്ടി ഈ ആയമ്മ അവിടേക്ക് വരുന്നു. പിന്നെ അദ്ദേഹം ഒരു ഹോട്ടൽ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, വാക്കുതർക്കം ഉണ്ടാവുന്നു. അതിനിടയ്ക്ക് ഗുണ്ടകളെ പോലെയാണ് നീമ്പോളി അവിടെ കയറുവന്നി പരിചയപ്പെടുന്നത് എന്നുള്ളതാണ്. പിന്നീടാണ് നീമ്പോളി അടക്കമുള്ള ആളുകൾ ഈ ഒരു സ്ത്രീയെ ഉപദ്രവിച്ച് എന്ന രീതിയിലാണ് സ്ത്രീ പരാതികൾ നൽകിയിട്ടുള്ളത്. പ്രഥമ ദൃഷ്ടിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഒക്കെ നമുക്ക് ചിലപ്പോൾ സംസാരത്തിലൊക്കെ ഫീൽ ചെയ്യാം. ഒരുപക്ഷെ അത് ഒരു വലിയ പ്രശ്നമായിരിക്കാം. വളമ്പി ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള കേസുകൾ പോയി ഏറ്റവും യുവ നടന്മാരിലേക്ക് കൂടി എത്തിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ ഇനിയുണ്ട് കേട്ടോ, സംഗതികളൊന്നും അവസാനിക്കുന്നില്ല. കേസുകളൊക്കെ പോയി ഇപ്പൊ നീമ്പോളിലാണ് സംഗതി എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി എവിടേക്ക് ആരിലേക്കൊക്കെ ഇത്തരം ആരോപണങ്ങൾ എത്താമെന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം നീമ്പോളി എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ ആ പേര് നമ്മൾ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പേരിൽ ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു നടന്റെ പേര് പോലും നമ്മൾ
ലെവൽ ലേശം പോലും ചിന്തിച്ചിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. ഒരിടത്ത് പോലും ഒരാൾ പോലും പരാമർശിച്ചിട്ടില്ല. അങ്ങനെ പേര് പരാമർശിക്കാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമെന്ന ആളുകളെ പേരെടുത്ത് നോക്കുന്ന സമയത്ത് ആസിഫ് അലി, അദ്ദേഹം വ്യക്തമായിട്ടും ഇത്തരം കേസുകളൊന്നും പെടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ്. ജഗദീഷ് ഈ കേസിൽ പെടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ്. അവരൊക്കെ മാന്യന്മാരാണെന്ന് നമ്മളെ സങ്കല്പങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഇനി ഞാൻ മുന്നേ പറഞ്ഞ പോലെ എവിടൊക്കെ ആർക്കൊക്കെയാണ് ഇനി ഒരു അമ്പകളൊക്കെ വന്ന് എഴുതി കൊള്ളുക എന്നത് ഒരു പിടുത്തമില്ലാത്ത സംഗതിയായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തൊക്കെയായാലും ഇത്തരത്തില് ഏറ്റവും പുതിയ നടന്മാരെ കൂടി ഈ ഒരു കേസ് ബാധിക്കുന്നെന്നും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ടുള്ള തുറന്നു പറച്ചിലുകൾ ബാധിക്കുന്നുവെന്നും എന്നൊക്കെ നമ്മൾ വിചാരിക്കണം. അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇനി ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുക എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ അടുത്ത ദിവസം അടുത്ത ആളുകളുമായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരോപണങ്ങൾ തീരാൻ പോകുന്നില്ല സുഹൃത്തുക്കളെ. ബൈ.